ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായി കൊച്ചി വാട്ടർ മെട്രോയുടെ 2 ടെർമിനൽ കൂടി തുറന്നു. മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ടെർമിനലുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 9 വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാട്ടർ മെട്രോയെക്കുറിച്ച് അന്വേഷണമെത്തിയെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ 24-നോട് പറഞ്ഞു. വാട്ടർ മെട്രോയുടെ 12ാമത് റൂട്ടാണ് മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് സർവീസ്. പൂർണ്ണമായും വെള്ളത്തിലാണ് മട്ടാഞ്ചേരിയിലെ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. പശ്ചിമ കൊച്ചിയിലെ ടൂറിസം മേഖലയ്ക്ക് കരുത്താകും പുതിയ ടെർമിനലുകളെന്ന് മുഖ്യമന്ത്രി. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ അടങ്ങുന്ന പൈതൃക പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വാട്ടർ മെട്രോ മാറുകയാണ്. അത് ടൂറിസം രംഗത്തിന് വലിയ ഉണർവ് നൽകും. ആഗോള നിലവാരമുള്ള ജലഗതാഗത സംവിധാനമാണ് നാം ഒരുക്കിയിട്ടുള്ളത്. മട്ടാഞ്ചേരി ടെർമിനലിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് മുഖ്യമന്ത്രി വാട്ടർ മെട്രോയിലാണ് എത്തിയത്. കേരളത്തിന്റെ അഭിമാന പദ്ധതി വിദേശ രാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. നന്നായി. പിന്നെ അവര് രണ്ടും ക്രിട്ടിക്കലി ലൊക്കേറ്റഡ് ആണോ, ഇമ്പോർട്ടൻറ്റ് ടെർമിനലാണോ, ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് സഹായിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇനി കൂടുതൽ ടെർമിനൽസ് ഉണ്ടാക്കണം. വിദേശത്തിലെ ഒരു 9 കൺട്രീസ് ഹാവ് സെൻഡ് റിക്വസ്റ്റ്. ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കും. നല്ല കൺട്രീസ്, അഡ്വാൻസ് കൺട്രീസ് ഓൾസോ ദേ വാണ്ട്. ഇടക്കൊച്ചി തോപ്പുംപടി ടെർമിനലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കൊച്ചിയിലെ ദ്വീപ് സമൂഹങ്ങളെ ബന്ധിപ്പിച്ച് 38 ടെർമിനലുകളിലാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഉണ്ടാവുക. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.